മൊഡ്യൂൾ 4 ആണ്. നമ്മൾ ഇന്ന് ക്ലാസ് ജസ്റ്റ് റിക്കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഓപ്പൺ ചാനൽ ഫ്ലോ? എ ചാനൽ മേ ബി ഡിഫൈൻഡ് ആസ് എ പാസേജ് ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ കാണുന്ന തോടൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ചാനൽസിന് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ വാട്ടർ പാസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇൻ വിച്ച് വാട്ടർ ഫ്ലോസ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ വാട്ടർ ലെവലിന് മുകളിലേക്ക് എന്തായിരിക്കണം? അറ്റ്മോസ്ഫിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഫ്ലോയാണ് നമ്മൾ ചാനൽ ഫ്ലോ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് പൈപ്പ് ഫ്ലോ? പൈപ്പ് ഫ്ലോ മീൻസ് ഫ്ലോ ത്രൂ എ കോൺഡ്യൂട്ട്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നത് എന്താണ്? പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പിനകത്തൂടെയാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അവിടെ ഫ്രീ സർഫസ് ഇല്ല. പൈപ്പിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ആ ഡി ഡയമീറ്ററിൽ ഫുള്ളും ആ ഡി ഡെപ്തിൽ തന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ നിറഞ്ഞാണ് ഒഴുകുന്ന വെള്ളം. അതാണ് ഡിഫറൻസ്. ഓപ്പൺ ചാനൽ ഫ്ലോ മീൻസ് ടോപ്പ് സർഫസ് ഓപ്പൺ ആയിരിക്കും, ദേ ആർ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പൈപ്പ് ഫ്ലോ മീൻസ് ദേ ആർ അണ്ടർ പ്രഷർ ആയിരിക്കും, പ്രഷർ ഉണ്ടാകും അവിടെ. ജസ്റ്റ് വായിച്ചു വിടാം. നോ ഫ്രീ സർഫസ് ഇൻ ദ പൈപ്പ് ഫ്ലോ. പൈപ്പ് ഫ്ലോയിൽ ഫ്രീ സർഫസ് ഇല്ല. കാരണം ഡെപ്ത് ഓഫ് ഫ്ലോ മുഴുവനും, അതായത് ഡയമീറ്റർ ഓഫ് പൈപ്പിൽ ഫുള്ളും ഫ്ലോ നടക്കുവാണ്. ദെൻ വാട്ടർ ഫ്ലോയിങ് ഇൻ പൈപ്പ് ഈസ് അണ്ടർ പ്രഷർ, പ്രഷറൈസ്ഡ് ആയിരിക്കും ആ ഫ്ലോ അതുകൊണ്ട് തന്നെ. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് യൂസിങ് പീസോമീറ്റർ ആൻഡ് ദ ലൈൻ ജോയിനിങ് പീസോമീറ്റർ ലെവൽ ഗീവ്സ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ പൈപ്പ് ഫ്ലോ ആണ്. നമ്മൾ രണ്ട് സെക്ഷൻ കാണിച്ചിട്ട് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1ലെ വെലോസിറ്റി V1, സെക്ഷൻ 2ലെ വെലോസിറ്റി V2 എന്നും കാണിച്ചിട്ടുണ്ട്. ഇനി സെക്ഷൻ 1ലെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പീസോമീറ്റർ ഇറക്ട് ചെയ്യും. ഫസ്റ്റ് മോഡിൽ നമ്മൾ പഠിച്ചു പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പീസോമീറ്റർ അല്ലെങ്കിൽ മാനോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം സെക്ഷൻ 1ൽ നമ്മളൊരു പീസോമീറ്റർ വെച്ചു. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് കിട്ടി. ലെറ്റ് ഇറ്റ് ബി H1 എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ ജി H1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രഷർ P1. അവിടുത്തെ P1 എന്ന പ്രഷർ കിട്ടും. ഇനി സെക്ഷൻ 2ൽ ഒരു പീസോമീറ്റർ ഇറക്ട് ചെയ്താൽ അവിടെ പീസോമീറ്റർ വന്ന ഹൈറ്റ് H2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും? പ്രഷർ P2 ഈക്വൽ റോ ജി H2 ചെയ്യുമ്പം P2 കിട്ടും. അപ്പോൾ P1 മീൻസ് പ്രഷർ അറ്റ് സെക്ഷൻ 1, P2 മീൻസ് പ്രഷർ അറ്റ് സെക്ഷൻ 2. പിന്നെ വരുന്നൊരു എനർജിയാണ് എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. മീൻ സീ ലെവൽ അല്ലെങ്കിൽ ഡാറ്റത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് നമ്മുടെ പൈപ്പ് കിടക്കുന്നത് അല്ലെങ്കിൽ പൈപ്പിൻ്റെ സെൻറ്റർ നിൽക്കുന്നത്. അത് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. സെക്ഷൻ 1ൽ അതിനെ Z1 എന്നും സെക്ഷൻ 2ൽ Z2 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ വേണമെങ്കിൽ. സോ പീസോമീറ്റർ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രഷർ എനർജിയാണ്. ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഹൈറ്റ് വി ഹാവ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഒരു ടൈപ്പ് ഓഫ് എനർജി കൂടെ ഉണ്ട്, എനർജി ഡ്യൂ ടു ഇറ്റ്സ് ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ. അതല്ലെങ്കിൽ വെലോസിറ്റിയാണ് ഉണ്ടാകുന്നത് എന്തായിരിക്കും? കൈനറ്റിക് എനർജി. അതാണ് നമ്മൾ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത്. സെക്ഷൻ 1ൽ V1² g ബിക്കോസ് വെലോസിറ്റി ഈസ് V1 ആണ്. ഹെൻസ് kinetic energy will be V1² g. At section 2 velocity was V2, therefore kinetic energy becomes V2² g. So total energy at section 1 എന്തായിരിക്കും? Z1 plus P1 by W. W means weight density that is rho g plus V1² g. ഈ Z1 എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അത് മീറ്ററിലായിരിക്കും, മീറ്ററിലെ സെൻറ്റിമീറ്ററിലായിരിക്കും വരുന്നത് Z എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈറ്റ് ഫ്രം ദ ഡാറ്റ ആണ്. അപ്പോൾ അതൊരു മീറ്റർ ആയിരിക്കും വേണ്ട യൂണിറ്റ്. അതേപോലെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷറിനെ ബൈ W ചെയ്യുന്നത്, W അല്ലെങ്കിൽ റോ ജി ചെയ്യുന്നത്. കാരണം പ്രഷറിൻ്റെ ഇക്വേഷൻ പ്രഷർ P ഈസ് ഈക്വൽ റോ ജി H ആണ് ഡിവൈഡഡ് ബൈ W. W മീൻസ് റോ ജി. അപ്പം റോ ജി H ബൈ റോ ജി ചെയ്യുമ്പം യു വിൽ ഗെറ്റ് H. റോ ജി ക്യാൻസൽ ആയി പോകും, ബാക്കി H കിട്ടും. അപ്പോൾ അതും ഹൈറ്റായി മാറി. അതേപോലെ V1² g ചെയ്യുമ്പോഴും യു വിൽ ഗെറ്റ് ക്യാൻസലാണ്ടെല്ലാം ക്യാൻസലായി പോയിട്ട് ജിയുടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മുകളിലും മീറ്റർ² പെർ സെക്കൻഡ് സ്ക്വയർ വരും. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി മീറ്ററിൽ നിന്ന് വരും. എല്ലാം അപ്പം ഹൈറ്റിലേക്ക് കൺവേർട്ടായി. അപ്പോൾ ഈ കിട്ടുന്ന ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റേഴ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇനി അടുത്തത് ഇൻ കേസ് ഓഫ് ചാനൽ ഫ്ലോ ദ വാട്ടർ സർഫസ് ഇറ്റ് സെൽഫ് ഈസ് എ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഇനി സെക്കൻഡ് ഫിഗർ നോക്കാം. റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. അപ്പോൾ എന്തായിരിക്കും? അവിടെ വാട്ടർ ഈസ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ത്രൂ ഔട്ട് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. സോ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന്. അടുത്ത ടോട്ടൽ എനർജി ഇൻ ബോത്ത് കേസ് ലൈ അറ്റ് എ വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് V2² g. രണ്ട് കേസിലും V2² g ഹൈറ്റിലായിരിക്കും എന്ത് വരുന്നത്? ടോട്ടൽ എനർജി ലൈൻ വരുന്നത്. കാരണം പ്രഷർ എനർജി കഴിഞ്ഞിട്ട് കൈനറ്റിക് എനർജിയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അത്രയും ഹൈറ്റ് മാറിയിട്ടായിരിക്കും ടോട്ടൽ എനർജി ലൈൻ വരുന്നത്.
Since the pressure on the top surface of water in a channel is constant, no pressure difference can be built up between any two sections along a channel, as in the case of pipe flow. Pipe flow നമ്മൾ പറഞ്ഞ പോലെ പൈപ്പ് ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു ഇപ്പുറത്തെ P1/W ഇപ്പുറത്തെ P2/W എന്ന് പറഞ്ഞു. സോ ദർ ഇസ് പ്രഷർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ അത് വരുന്നില്ല, കാരണം പ്രഷർ വിൽ ബി കോൺസ്റ്റന്റ്. സെക്ഷൻ 1 ആയാലും സെക്ഷൻ 2 ആയാലും സെയിം ആയിരിക്കും, കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് വരുന്നത്. സോ ദർ വോണ്ട് ബി എനി പ്രഷർ വേരിയേഷൻ ആസ് ഇൻ കേസ് ഓഫ് പൈപ്പ് ഫ്ലോ. In order to overcome the resistance to flow and to cause the flow of water in a channel, the bed of the channel is constructed as sloping towards the direction of flow. ഇനി പൈപ്പ് ഫ്ലോ എങ്ങനെയായിരിക്കും? പൈപ്പ് ഫ്ലോ എങ്ങനെയായിരിക്കും? നമുക്ക് എപ്പോഴും വീട്ടിലായപ്പോഴും പൈപ്പ്സ് ഒക്കെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് പമ്പ് ആയിരിക്കും. പമ്പ് വെച്ച് നമ്മൾ പ്രഷർ കൊടുത്ത് പമ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത് പൈപ്പിൽ കൂടെ. അതേസമയം നമുക്ക് എന്താണ്, ഈ പമ്പിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വി ഡിപ്പെൻഡ്സ് ഓൺ ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റി വഴി ഫ്ലോ വാട്ടർ ഒഴുകി വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു സ്ലോപ്പ് കൊടുത്ത് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. അതാണ് പറഞ്ഞത്. ഇത്രയാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ചാനൽ ഫ്ലോ ആൻഡ് പൈപ്പ് ഫ്ലോ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ചാനൽസ്. ബേസിക് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്? നാച്ചുറലി ഒക്കറിങ് ചാനലും മാൻമെയ്ഡ് ചാനലും. അപ്പം നാച്ചുറൽ ചാനലാവാം, ആർട്ടിഫിഷ്യൽ ചാനലാവാം. ഇനി ആർട്ടിഫിഷ്യൽ മീൻസ് മാൻമെയ്ഡ് ആണ്. അപ്പം നമുക്ക് പല ഷേപ്പിലുണ്ടാക്കാം. ഇറ്റ് മേ ബി റെക്ടാങ്കുലർ ഷേപ്പ് ആവാം, ട്രപ്പിസോയിഡലാവാം, പാരബോളിക് ചാനൽസ് ആവാം, ട്രയാങ്കുലർ ചാനലാവാം, സർക്കുലർ ചാനലാവാം. ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് ഷേപ്പ് ആണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അനദർ ക്ലാസിഫിക്കേഷൻ ആണ് പ്രിസ്മാറ്റിക് ചാനലും നോൺ പ്രിസ്മാറ്റിക് ചാനലും. എന്താണ് പ്രിസ്മാറ്റിക് ചാനൽ? നമ്മുടെ ഈ ഫിഗറിൽ നമ്മൾ 2 സെക്ഷൻ എടുത്തു. സെക്ഷൻ 1 എടുത്തു, സെക്ഷൻ 2 എടുത്തു. സോ സെക്ഷൻ 1 നോക്കുമ്പം കാണുന്ന ഷേപ്പ് ഓഫ് ചാനൽ തന്നെയാണ്, ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് തന്നെയാണ് സെക്ഷൻ 2 കാണുന്നതെങ്കിൽ, അതേപോലെ സ്ലോപ്പ് ഓഫ് ചാനൽ കോൺസ്റ്റൻറ്റും ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പ്രിസ്മാറ്റിക് ചാനൽ. ഇപ്പോൾ പ്രിസ്മാറ്റിക് ചാനൽ മീൻസ് ദ ഷേപ്പ് ഓഫ് ചാനൽ ഡു നോട്ട് ചേഞ്ച് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ചാനൽ. ചാനൽ ലെങ്തിൽ എങ്ങും അതിൻ്റെ ഷേപ്പ് മാറുന്നില്ല. റെക്ടാങ്കുലർ ആണെങ്കിൽ ത്രൂ ഔട്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും, സർക്കുലർ ആണെങ്കിൽ ത്രൂ ഔട്ട് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ചാനൽ സ്ലോപ്പും മാറാൻ പാടില്ല. 30 ഡിഗ്രിയിലാണ് ലേ ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് സ്ലോപ്പ് ഷുഡ് ബി 30 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയുള്ള ചാനലാണ് പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. ഇനി ഈ സ്ലോപ്പ് എവിടെയെങ്കിലും മാറുന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തിൽ 45 ഡിഗ്രി സ്ലോപ്പ് ആയിരിക്കും, പിന്നെ കുറച്ച് സ്ലോപ്പ് കുറച്ച് 30 ഡിഗ്രി സ്ലോപ്പ് കൊടുത്തു. അങ്ങനെ കൊണ്ടുവരുന്ന ചാനൽസിനാണ് നമ്മൾ നോൺ പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത്. ബിക്കോസ് സ്ലോപ്പ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതിന് നമ്മൾ നോൺ പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയും. ഇത്രയാണ് ടൈപ്സ് ഓഫ് ചാനൽ വരുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് ഫ്ലോ ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് ചാനൽ കഴിഞ്ഞു, ടൈപ്സ് ഓഫ് ഫ്ലോ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. എന്താണ് സ്റ്റഡി ഫ്ലോ, എന്താണ് അൺസ്റ്റഡി ഫ്ലോ? വീണ്ടും നമുക്ക് ഈ ഫിഗറിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് ക്രോസ് സെക്ഷൻ 1 എന്ന് പറയുന്ന ക്രോസ് സെക്ഷനിൽ നമുക്ക് നിൽക്കാം. ഇനി എന്താണ് ഫ്ലോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? അതിന് മുമ്പ് എന്താണ് ഫ്ലോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോയെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ വെലോസിറ്റിയും ഡെപ്ത് ഓഫ് ഫ്ലോയും, ഇത് രണ്ടും നമ്മൾ ഫ്ലോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോ പാരാമീറ്റേഴ്സ് മീൻസ് വെലോസിറ്റി, ഡിസ്ചാർജ് ആൻഡ് ഡെപ്ത്. വെലോസിറ്റി, ഡിസ്ചാർജ് ആൻഡ് ഡെപ്ത്, ഈ 3 പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫ്ലോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി 1 എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്കൊരു മെഷർ ചെയ്തു. ഡെപ്ത് ഓഫ് ഫ്ലോ മെഷർ ചെയ്തു, വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്തു, ഡിസ്ചാർജ് മെഷർ ചെയ്തു. ഇത് 3 കിട്ടി നമുക്ക്. ഡെപ്ത് ഓഫ് ഫ്ലോ y1, വെലോസിറ്റി v1, ഡിസ്ചാർജ് q1 എന്ന് കിട്ടി. നാളെ നമ്മൾ മെഷർ ചെയ്യുവാണ് ഈ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും മെഷർ ചെയ്യുവാണ്, ആ സമയത്തും ഇതെല്ലാം സെയിം ആണെങ്കിൽ, വെലോസിറ്റി v1, ഡെപ്ത് y1, ഡിസ്ചാർജ് q1 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സ്റ്റഡി ഫ്ലോ. അതായത് ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് മാറുന്നില്ല എങ്കിൽ വി കോൾ ഇറ്റ് ആസ് സ്റ്റഡി ഫ്ലോ. ഇനി ടൈമിനനുസരിച്ച് ഇത് മാറുന്നുണ്ടെങ്കിൽ, ഇന്ന് നോക്കിയപ്പോൾ y1 ആയിരുന്നു, നാളെ നോക്കുമ്പോൾ y2 ആയി മാറി ഡെപ്ത് ഓഫ് ഫ്ലോ. അല്ലെങ്കിൽ ഇന്ന് നോക്കുമ്പോൾ വെലോസിറ്റി v1 ആയിരുന്നു, നാളെ നോക്കുമ്പോൾ വെലോസിറ്റി v2 ആയി മാറി. അങ്ങനെ ടൈമിനനുസരിച്ച് മാറുന്നുണ്ട് എങ്കിൽ വി കോൾ ഇറ്റ് ആസ് അൺസ്റ്റഡി ഫ്ലോ. The flow parameters such as velocity and depth of flow at any point do not change with time. അതാണ് സ്റ്റഡി ഫ്ലോ. ചേഞ്ച് ചെയ്യുമെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ. ചേഞ്ച് ചെയ്യുന്നില്ല മീൻസ് എന്താണ്? dv/dt, ഡോ v/t. ഡോ v/t മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ഡോ v/t റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം വെലോസിറ്റി ചേഞ്ച് ഇല്ല. അതേപോലെ ഡോ y/t, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെപ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതും 0 ആയിരിക്കും. വിച്ച് മീൻസ് ദ ഫ്ലോ ഈസ് സ്റ്റഡി.
ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. എന്താണ് യൂണിഫോം ഫ്ലോ, എന്താണ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് നോക്കാം. വീണ്ടും നമുക്ക് ആ ഫിഗറിലേക്ക് പോവാം. ഇതായിരുന്നു നമ്മുടെ ഫിഗർ. നമ്മൾ സെക്ഷൻ 1 ഫ്ലോ പാരാമീറ്റേഴ്സ് നോക്കി. y1 ആണ് ഡെപ്ത്, v1 ആണ് വെലോസിറ്റി. ഇനി സെയിം ടൈമിൽ തന്നെ സെക്ഷൻ 2 പോയി നോക്കി. അവിടെയും y1 ആണ് വെലോസിറ്റി, y1 ആണ് ഡെപ്ത് ഓഫ് ഫ്ലോ, v1 ആണ് വെലോസിറ്റി. എങ്കിൽ വി കോൾഡ് ആസ് യൂണിഫോം ഫ്ലോ. നേരത്തെ സ്റ്റഡി ഫ്ലോ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ 2 സമയത്താണ് നോക്കിയത്. ഇതെന്താണ്, ഒരേ സമയത്ത് പക്ഷേ പല പോയിന്റിൽ നോക്കും. സെക്ഷൻ 1 നോക്കും, സെക്ഷൻ 2 നോക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് സെക്ഷൻ 1 നോക്കി, സെക്ഷൻ 2 നോക്കി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ഫ്ലോ, ലെങ്തിൽ എങ്ങും അത് മാറുന്നില്ല എങ്കിൽ, സെക്ഷൻ 1 തന്നെയാണ് സെക്ഷൻ 2 എങ്കിൽ വി കോൾഡ് ആസ് യൂണിഫോം ഫ്ലോ. അതല്ല എങ്കിൽ വി കോൾഡ് ആസ് നോൺ യൂണിഫോം ഫ്ലോ. ഒരു 10 മണിക്ക് നമ്മൾ നോക്കുമ്പം 10 മണിക്ക് 2 പോയിന്റിൽ നോക്കും, 1 നോക്കും, 2 നോക്കും. അപ്പോൾ 1 y1 v1ഉം 2 y2 v2 ആണെങ്കിൽ അതിനകത്ത് എന്താണ്, ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഡെപ്തും വെലോസിറ്റിയും മാറി, വിച്ച് മീൻസ് ദ ഫ്ലോ ഈസ് നോൺ യൂണിഫോം. Uniform means for a uniform flow, depth, slope, cross-sectional area and velocity remains constant over a given length of the channel. Throughout the length of the channel ഇതൊന്നും മാറില്ല എങ്കിൽ അത് യൂണിഫോം ആയിരിക്കും, അല്ല എങ്കിൽ നോൺ യൂണിഫോം ആയിരിക്കും. ഇനി റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ ആൻഡ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. പേരിൽ തന്നെ ഉണ്ട് റാപ്പിഡ്ലി വേരിഡ്. സോ അതാണ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ മീൻസ് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യും, പക്ഷേ ഇത് പതുക്കെ ചേഞ്ചസ് അബ്രപ്റ്റ്ലി. റാപ്പിഡ് മീൻസ് എന്താണ്, പെട്ടെന്ന്. അപ്പം ഡെപ്ത് ഓഫ് ഫ്ലോ പെട്ടെന്ന് y1 ആയിരിക്കും, തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ചങ്ങ് മാറുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ കൂടാം അല്ലെങ്കിൽ കുറയാം. അങ്ങനെയുള്ള ഫ്ലോ ആണ് റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി, അതാണ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി മീൻസ് ആ ചേഞ്ച് ഇൻ ഡെപ്ത് ഉണ്ടാവും, പക്ഷേ ഇത് പതുക്കെ കുറേ ലെങ്ത് പോകുമ്പോഴേക്കും കുറച്ച് ചേഞ്ച് ചെയ്തായിരിക്കും മാറി വരുന്നത്. അതാണ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഇനി ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. എന്താണ് ലാമിനാർ ഫ്ലോ? ലാമിനാർ ഫ്ലോ മീൻസ് ബേസിക്കലി പറയുകയാണെങ്കിൽ ലാമിനാർ ഫ്ലോ മീൻസ് എന്തായിരിക്കും, കാം ആൻഡ് ക്വയറ്റ് ഫ്ലോ. കാം ആയിട്ട് പോകുന്ന വളരെ ലെയർ ബൈ ലെയർ ആയിട്ട് വെള്ളം ഒഴുകി പോകുന്നു, അത് ലാമിനാർ ഫ്ലോ. ടർബുലൻറ്റ് മീൻസ് ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞൊക്കെ ഒഴുകുന്ന വെള്ളമാണ് ടർബുലൻറ്റ് ഫ്ലോ. നമ്മുടെ വെള്ളച്ചാട്ടത്തിലൊക്കെ വരുന്നതായിരിക്കും ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും, കാരണം ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഇളകി മറിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതാണ് ടർബുലൻറ്റ് ഫ്ലോ. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ റെയ്നോൾഡ്സ് നമ്പറാണ്. റെയ്നോൾഡ്സ് നമ്പർ RE ഈസ് ഈക്വൽ ടു റോ VR ഡിവൈഡ് ബൈ മ്യൂ, വെർ റോ ഈസ് ദ മാസ് ഡെൻസിറ്റി, V ഈസ് ദ മീൻ വെലോസിറ്റി, R ഈസ് ദ ഹൈഡ്രോളിക് റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ A/P, ആൻഡ് മ്യൂ ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസ് ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് RE. ഈ കിട്ടുന്ന RE വാല്യൂ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഇറ്റ് ഇസ് ലാമിനാർ ഫ്ലോ, ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ വി കോൾഡ് ആസ് ടർബുലൻറ്റ് ഫ്ലോ. 2000 താഴെയാണെങ്കിൽ ലാമിനാർ, മുകളിലാണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ. മോസ്റ്റ് ഓഫ് ദ ചാനൽ ഫ്ലോസ് ആർ ടർബുലൻ്റ് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. മറ്റേ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ബേസ്ഡ് ഓൺ റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ അനദർ നമ്പർ വിച്ച് ഇസ് ഫ്രൂട്ട്സ് നമ്പർ. ഫ്രൂട്ട്സ് നമ്പർ എന്താണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറ്റ്സ് എ നമ്പർ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഇഫക്റ്റ് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഫ്രൂട്ട്സ് നമ്പർ. അതിൻ്റെ ഇക്വേഷൻ FR ഈസ് ഈക്വൽ ടു V/√GD ആണ്, where V is the mean velocity, G is acceleration due to gravity, and D is the hydraulic depth. Hydraulic depth means area by top width. The area of the section divided by top width of the section. Cross section എടുക്കുമ്പം അതിൻ്റെ ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ അതിൻ്റെ ടോപ്പ് വിഡ്ത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് FR അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്പർ കിട്ടും. ഈ കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്പർ 1 ഈക്വൽ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 വി കോൾ ഇറ്റ് ആസ് ക്രിട്ടിക്കൽ ഫ്ലോ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 വി കോൾ ഇറ്റ് ആസ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 വി കോൾ ഇറ്റ് ആസ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ വരുന്നത്. നെക്സ്റ്റ് ഈസ് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാനൽ സെക്ഷൻ. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറേ നൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്.
ഫസ്റ്റ് ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ഡെപ്ത് ഓഫ് ഫ്ലോ. മീൻസ് എത്ര ഡെപ്തിലാണ് അവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും അല്ല അറ്റ്മോസ്ഫിയറിക് ലെവലിൽ നിന്നും എത്ര അടിയിലേക്ക് ഡെപ്തിലേക്ക് വെള്ളം ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ Y. ദെൻ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. റെക്ടാംഗിൾ സെക്ഷൻ ആണെങ്കിൽ ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും സെയിം ആയിരിക്കും. ഇനി ട്രപ്പിസോഡിലാണെങ്കിൽ എന്തായിരിക്കും, ടോപ്പ് വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പം അതാണ് ടോപ്പിലെ വിഡ്ത്ത്, ക്യാപിറ്റൽ T വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ A. ഏരിയ എങ്ങനെ ആയിരിക്കും, റെക്ടാംഗിൾ ആണെങ്കിൽ L/B, അതായത് ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഏരിയ. ഇനി ട്രപ്പിസോഡ് ആണെങ്കിൽ എന്തായിരിക്കും, H/2 അല്ലെങ്കിൽ ഡെപ്ത് ബൈ 2 ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. ടോപ്പ് വിഡ്ത്ത് പ്ലസ് ബോട്ടം വിഡ്ത്ത് ഇൻറ്റു ബൈ 2, ഡെപ്ത് ബൈ 2 ആയിരിക്കും. ട്രപ്പിസോഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെ, അത് ഉപയോഗിച്ചാൽ മതി. ആയിരിക്കും വെറ്റഡ് ഏരിയ. ഇനി വെറ്റഡ് പെരിമീറ്റർ ക്യാപിറ്റൽ P വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. R, ഹൈഡ്രോളിക് റേഡിയസ് R ഈസ് ഈക്വൽ ടു A/P. ഏരിയ ബൈ പെരിമീറ്റർ ആണ്. ഹൈഡ്രോളിക് റേഡിയസ് R. ഹൈഡ്രോളിക് ഡെപ്ത് D ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത്. അനദർ ഫാക്ടറാണ് സെക്ഷൻ ഫാക്ടർ. സെക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ കമ്പ്യൂട്ടേഷൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് വെറ്റഡ് ഏരിയ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈഡ്രോളിക് ഡെപ്ത്. വെറ്റഡ് ഏരിയ A മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഹൈഡ്രോളിക് ഡെപ്ത്, അതായത് റൂട്ട് ഓഫ് D, A ഇൻറ്റു റൂട്ട് D. അതാണ് എന്ത്, സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. Section factor for critical flow computation is a product of wetted area, that is A into square root of hydraulic depth. So A into root D. For critical flow, Z is equal to A into root D. അതിലെന്താണ് നമുക്ക് ഡിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡി എന്താണ്, ഡി ഈസ് ഈക്വൽ ടു A ബൈ ടി ആണ്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾ എസ് ചെയ്ത് നോക്കിയാൽ മതി. ഡി ഈസ് ഈക്വൽ ടു A ബൈ ടി എന്ന് കൊടുക്കും. അപ്പോൾ എന്തായിരിക്കും, രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പം A⁻1 ഇൻറ്റു A⁻1/2. അപ്പോൾ എങ്ങനെ കിട്ടും, A⁻3/2. അപ്പം A⁻3/2 ഡിവൈഡ് ബൈ റൂട്ട് ടി എന്ന് കിട്ടും. ആണ് A³ ഡിവൈഡ് ബൈ ടി ദ ഹോൾ റേസ് 1/2 എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഫോർ യൂണിഫോം ഫ്ലോ എന്തായിരിക്കും, Z ഈസ് ഈക്വൽ ടു A⁻2/3 ആയിരിക്കും യൂണിഫോം ഫ്ലോയ്ക്ക് സെക്ഷൻ ഫാക്ടറുടെ ഇക്വേഷൻ. അടുത്ത ടോപ്പിക്കാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ചാനൽ ഫ്ലോ, ചാനൽ സെക്ഷൻ. The velocity of flow at any channel section is not uniformly distributed due to the presence of a free surface and the frictional resistance along the channel boundary. നമുക്ക് ആ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഒരു ചാനലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ സെക്കൻഡ് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഇമേജ് അതാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചേക്കുന്നത് അലോങ് ദ ഡെപ്ത് D. Y ആക്സിസ് ഡെപ്ത് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഡെപ്ത് Dയിൽ അല്ലെങ്കിൽ ഡെപ്ത് Yയിൽ എങ്ങനെയാണ് വെലോസിറ്റി വേരി ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാം, ഏറ്റവും താഴത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി വളരെ കുറവാണ്. മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കൂടി അതൊരു മാക്സിമം വാല്യൂ എത്തി, പിന്നെ വീണ്ടും കുറയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള കാരണമാണ് ഈ പറയാൻ പോകുന്നത്. ഏറ്റവും താഴെ എന്ന് പറയുമ്പം നമ്മുടെ ചാനൽ ലൈൻഡ് ആയിരിക്കും. ലൈൻഡ് മീൻസ് കോൺക്രീറ്റ് ലൈനിങ് കൊടുക്കും നമ്മൾ. അപ്പം കോൺക്രീറ്റ് ലൈനിങ് ഒക്കെ അല്ല, കോൺക്രീറ്റ് ലൈനിങ് ഇല്ലാന്ന് തന്നെ ഇരിക്കില്ല. അപ്പം താഴെ എന്തായാലും ഒരു ബൗണ്ടറി കാണും. ഈ ബൗണ്ടറി ഓഫേഴ്സ് സം റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാണും. ഫ്ലോയെ ഒപ്പോസ് ചെയ്ത് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൊടുക്കും നമ്മുടെ ചാനൽ ബൗണ്ടറി. അതുകൊണ്ട് എന്തായിരിക്കും, ഫ്ലോ വെലോസിറ്റി താഴത്ത് അല്ലെങ്കിൽ ബോട്ടം ലെയറിൽ വളരെ കുറവായിരിക്കും. ഇനി മുകളിലേക്ക് പോകുന്നതോറും എന്ത് പറ്റും, ഈ ബോട്ടം ബൗണ്ടറിയുടെ ഇഫക്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി കൂടി വരും. ഏറ്റവും താഴത്ത് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, അപ്പോൾ വെലോസിറ്റി കുറയും. മുകളിലേക്ക് പോകുന്തോറും ആ ഫ്രിക്ഷൻ്റെ ഇഫക്റ്റ് കുറയും, അപ്പോൾ വെലോസിറ്റി കൂടും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അങ്ങനെയാണെങ്കിൽ കൂടി ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴല്ലേ ഫ്രിക്ഷൻ്റെ ഇഫക്റ്റ് നെഗ്ലിജിബിൾ ആകുന്നത്, അപ്പോൾ അവിടെയല്ലേ വെലോസിറ്റി കൂടേണ്ടതെന്ന്. അവിടെ കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ വരുമ്പോൾ എന്തായിരിക്കും, എയർ റെസിസ്റ്റൻസ് ഉണ്ട്. മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പം വിൻഡൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൻഡില്ലെങ്കിൽ തന്നെ എയർ റെസിസ്റ്റൻസ് കാണും. ആ എയർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ വെലോസിറ്റി കുറയുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഷേപ്പായിരിക്കും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, മാക്സിമം വെലോസിറ്റി ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്, മുകളിലുമല്ല താഴെയുമല്ല, ഒരു ഇൻബിറ്റ്വീനും അല്ല, ഒരു കുറച്ച് ഡെപ്തിലാണ് ആ മാക്സിമം വെലോസിറ്റി വന്നേക്കുന്നത്. മാക്സിമം വെലോസിറ്റി occurs at a depth of 0.05 to 0.15 ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ. മാക്സിമം വെലോസിറ്റി ഉണ്ടാകുന്നത് ടോട്ടൽ ഡെപ്ത് ഓഫ് ഫ്ലോ Y ആണെങ്കിൽ
0.05y ടു 0.15y ഇതിനിടക്കുള്ള ഒരു പോയിന്റിലായിരിക്കും. അതായത് ആ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, ഡെപ്ത് ടുവേർഡ്സ് മാക്സിമം ഫ്ലോ ആണ് പറയുന്നത് 0.05y ടു 0.15y അതിലായിരിക്കും വരുന്നത് മാക്സിമം വെലോസിറ്റി. ഇനി മാക്സിമം നമ്മൾ കമ്പ്യൂട്ടേഷനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും മീൻ വെലോസിറ്റിയാണ്. കാരണം എന്താണ്, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല, കൂടുന്നു കുറയുന്നു. അപ്പോൾ പലയിടത്തും പലതാണ്. സെക്ഷനിൽ നോക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടി എന്താ എടുക്കുന്നത്, മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് എടുക്കുന്നത്. ഇനി മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ എവിടെയാണ് ഉണ്ടാകുന്നത്? മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഒക്കേഴ്സ് അറ്റ് എ ഡെപ്ത് ഓഫ് 0.6 ടൈംസ് ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ്. ടോട്ടൽ ഡെപ്ത് y ആണെങ്കിൽ 0.6y, ടോപ്പിൽ നിന്നും 0.6y മാറിയിട്ടായിരിക്കും, താഴേക്ക് മാറിയിട്ടായിരിക്കും മീൻ വെലോസിറ്റി ഉണ്ടാകുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടേഷനൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. ടോപ്പിൽ നിന്നും 0.6d മാറിയിട്ടായിരിക്കും മീൻ വെലോസിറ്റി ഉണ്ടാകുന്നത്. ആദ്യം പറഞ്ഞ മാക്സിമം വെലോസിറ്റി, ഇപ്പോൾ പറഞ്ഞ മീൻ വെലോസിറ്റി. ഇൻ ജനറൽ നമ്മൾ പറയുമ്പോൾ മീൻ വെലോസിറ്റി ഒക്കേഴ്സ് അറ്റ് എ ഡെപ്ത് ഓഫ് 0.2y ടു 0.8y. 0.2yക്കും 0.8yക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലാണ് മീൻ വെലോസിറ്റി വരുന്നത് നമ്മൾ പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടി ഈ 0.28ൻ്റെയും 0.8yയുടെയും മീനായ 0.6y എന്നങ്ങ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻസ് ആണ്. അതിനാണ് നിങ്ങൾ ആ 3 ഇക്വേഷൻസ് പഠിക്കുന്നത്. ചെസീസ് ഫോർമുല, കുട്ടേഴ്സ് ഫോർമുല, അതേപോലെ മാനിങ്സ് ഫോർമുല, ഈ 3 ഇക്വേഷൻസ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ചെസീസ് ഫോർമുല, v is equal to c into root of rs. Velocity of flow v is equal to Chezy's constant c into root of r, which is a hydraulic radius, that is equal to a by p into s. S is the slope of the channel. ഇനി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് സി വാല്യൂ ഡയറക്റ്റ് തരും. തന്നില്ല എങ്കിൽ യൂസ് ദി ഇക്വേഷൻ സി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 8g/y. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സി വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചെസീസ് ഫോർമുല നമുക്ക് കിട്ടുന്നത് എന്താണ്, വെലോസിറ്റി ഓഫ് ഫ്ലോ വി ആണ് കിട്ടുന്നത്. ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ വി അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഇക്വേഷൻ എന്താണ്, discharge q is equal to, at any section discharge q is equal to area of cross section a into velocity of flow v. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ഫ്ലോ വി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രോബ്ലംസ് വരുന്നത് എന്തായിരിക്കും, ഫൈൻഡ് ദ ഡിസ്ചാർജ് അറ്റ് എ സെക്ഷൻ എന്നായിരിക്കും പറയുന്നത്. ആ ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് വെലോസിറ്റി ഫസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെസീസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ചെസീസ് ഇക്വേഷനിൽ സി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 8g/f ആണ്. y അല്ല, 8g/f, where f is the friction factor. നെക്സ്റ്റ് ഈസ് കുട്ടേഴ്സ് ഫോർമുല. കുട്ടേഴ്സ് ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഈ ചെസീസ് കോൺസ്റ്റൻ്റായ സി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അനദർ ഇക്വേഷൻ ആണ് കുട്ടേഴ്സ് ഫോർമുല. അപ്പോൾ കുട്ടേഴ്സ് ഫോർമുലയിൽ എല്ലാം നേരത്തെ പറഞ്ഞ നൊട്ടേഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. എക്സ്ട്രാ വരുന്ന ഒരു n ആണ്, സ്മോൾ ലെറ്റർ n, വിച്ച് ഈസ് നോൺ ആസ് കുട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ്. കുട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ് n നമുക്കതും ക്വസ്റ്റ്യനിൽ തരും, ഡയറക്റ്റ് തരും ക്വസ്റ്റ്യനിൽ. Another equation for velocity of flow, which is Manning's formula, v is equal to 1/n into r raised to 2/3 into s raised to 1/2. v is equal to 1/n r raised to 2/3 into s raised to 1/2, where n is the Manning's coefficient. അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തരും. r is the hydraulic radius, which is equal to a by p. s is the slope of the channel. പിന്നെ മാനിങ്സ് എൻ അറിയാം, മാനിങ്സ് കോഎഫിഷ്യൻ്റ് ആയ എൻ അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ചെസീസ് കോഎഫിഷ്യൻറ്റ് സി. എങ്ങനെ കണ്ടുപിടിക്കും, ചെസീസ് കോഎഫിഷ്യൻറ്റ് സി ഈസ് ഈക്വൽ ടു 1/n into r raised to 1/6 ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ ഇത്